എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ബാഴ്സലോണയിൽ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്തേക്ക് പോവേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലോഞ്ചിലെത്തി. ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങളിവിടെ 3 ദിവസമുണ്ട്. ഞങ്ങൾക്കിവിടെ 3 ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് സെയിം തന്നെയാണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതുപോലെ സിറിയൽസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ആവശ്യം പോലെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ബാഴ്സലോണയിലെ പ്രധാന അട്രാക്ഷൻസ് എല്ലാം കാണണം. See the square, then there is a beautiful building with the designs and colors. It's a palace. Then we go another one. Then from there we go to, there is a Park Güell. It's designed by the architect Antoni Gaudi. Metro, to go there we need to catch the metro. We just need to catch it, that's it. No, but that says stop eating. This street is getting busy now. ഞങ്ങളിപ്പം പോകുന്നത് ബാഴ്സലോണയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാ റാംബ്ല സ്ട്രീറ്റിലൂടെയാണ്. രാവിലെ ഞാൻ ഇവിടെ നടക്കാൻ പോയപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ബിസിയായി, നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിൽ. ബാഴ്സലോണയിലെ അല്ലെങ്കിൽ തന്നെ സ്പെയിനിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റാണ് ഈ ലാ റാംബ്ല. ഏകദേശം 1200 മീറ്റർ നീളമുള്ള ഒരു സ്ട്രീറ്റാണ്. ഇതിൻ്റെ ശരിക്കും റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ഗിഫ്റ്റ് ഷോപ്പുകൾ, അങ്ങനെയുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിലൂടെയാണ് മെട്രോ ലൈനും പാസ് ചെയ്യുന്നത്. ഈ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല തിരക്കുള്ള സമയത്ത് ഇവിടെ പോക്കറ്റ് അടിക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വീഡിയോയിൽ ഇവിടേക്ക് ട്രാവൽ ചെയ്തവർ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പോക്കറ്റ് അടിക്കാരാണെന്നാണ്. ഞങ്ങളുടെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, ഇനിയിപ്പം ട്രാവൽ കാർഡ് എടുക്കണം. അതായത് ഒരു ബാഴ്സലോണ ട്രാവൽ കാർഡ്. അത് ഞങ്ങൾക്കൊരു 48 മണിക്കൂറിൻ്റെയാണ് എടുക്കേണ്ടത്. അത് നമുക്ക് 48 മണിക്കൂർ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അങ്ങനെ എടുക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാർഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 16 യൂറോയാണ്. അപ്പോൾ 4 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് കാർഡ് വേണ്ട, 4 വയസ്സിന് മുകളിലുള്ളവർക്ക് ഏകദേശം 16 യൂറോയാണ് ആ കാർഡ്. അപ്പോൾ അതെടുക്കണം. അത് ഓൺലൈനായിട്ട് ഞങ്ങളത് പർച്ചേസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ നമുക്ക് ആ കാർഡ് എടുക്കാം. അപ്പോൾ ബാഴ്സലോണയിൽ വരികയാണെങ്കിൽ ആ കാർഡ് വളരെ ഉപകാരമായിരിക്കും. കാരണം നമുക്ക് മെട്രോയിലും ബസ്സിലും എല്ലാത്തിലും നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അപ്പോൾ ഞങ്ങൾ നടന്ന് ഇപ്പോൾ എത്തിയത് കാറ്റലോണിയ സ്ക്വയറിലാണ്. അതായത് ഈ ബാഴ്സലോണ ഉൾപ്പെടുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് കാറ്റലോണിയ ആണ്. അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് മെയിനായിട്ട് കാറ്റലോൺ എന്ന് പറഞ്ഞൊരു ഭാഷയാണ്. അപ്പോൾ അതിൻ്റെ തലസ്ഥാനമാണ് ശരിക്കും ബാഴ്സലോണ. എന്താ പറയുക, സ്പെയിനിൻ്റെ തലസ്ഥാനം ശരിക്കും മാഡ്രിഡ് ആണെങ്കിലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ബാഴ്സലോണ തന്നെയാണ്. അപ്പോൾ ഈ കാറ്റലോണിയ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും കാറ്റലോണിയ ഒന്ന് ഫ്രീ ആക്കണം, അതായത് സെപ്പറേറ്റ് ഒരു രാജ്യമായി, ഓട്ടോണമസ് ആയ ഒരു രാജ്യമാവണമെന്നും പറഞ്ഞിട്ട് അവർ ശരിക്കും ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാറ്റലോണിയ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഓട്ടോണമസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അവർക്കൊരു കാറ്റലോണിയൻ പാർലമെൻ്റൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഒരു സ്ഥിരമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത് അവർ. ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളിനി ഇവിടുന്ന് കാസ ബത്തല്ലോ, അതുപോലെ കാസ മില, അങ്ങനെ 2 വീടുകളുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിരുന്ന ആർക്കിടെക്റ്റ് ആൻ്റണി ഗൗഡി ഡിസൈൻ ചെയ്ത 2 വീടുകളുണ്ട്. അത് കാണണം. അതുപോലെ തന്നെ പാർക്ക് ഗുവൽ, ഇതും ആൻ്റണി ഗൗഡി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അപ്പം അത് 2ഉം 3ഉമാണ് ഇന്നത്തെ ഒരു പ്ലാൻ. സാഗ്ര ഫാമിലിയ നാളെയാണ് കാണാൻ പോകുന്നത്. അതിന് ശരിക്കും അതിൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല. പള്ളിയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് സെർച്ച് ചെയ്തപ്പം ഏകദേശം വരുന്നതിന് ഒരു 5 ദിവസം മുന്നേ സെർച്ച് ചെയ്തപ്പോൾ ഒരു ടിക്കറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പം അതിനകത്ത് എന്തായാലും കയറാൻ പറ്റത്തില്ല. ഈ പാർക്ക് ഗുവലിലേക്കുള്ള ടിക്കറ്റ് ഞാൻ ഓൾറെഡി ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നടന്നു വന്നുകൊണ്ട് പിള്ളേരെ കുറച്ച് നേരം ഇവിടെ ഓടി കളിക്കാനൊക്കെ വിട്ട് ഞങ്ങളൊരു 10 മിനിറ്റ് സ്ക്വയറിൽ ഇങ്ങനെ നല്ല എന്താ പറയുക സൺലൈറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്ന് പോകേണ്ടത് കാസ ബത്തല്ലോ എന്ന് പറഞ്ഞുള്ള ഫസ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കാണ്. അത് ഏകദേശം ഒരു 400 മീറ്റർ ദൂരമുണ്ട്.
അപ്പം ഇവിടേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും ഇത് ഒരുപാട് പേര്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്ന ഒരു സിറ്റിയാണ് ബാഴ്സലോണ. അപ്പോൾ ഇവിടുത്തെ മേജർ അട്രാക്ഷൻസിൻ്റെ എല്ലാം ടിക്കറ്റുകൾ വരുന്നതിന് മുമ്പ് ഓൺലൈനായിട്ട് എടുത്തു വയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പല സ്ഥലത്തും ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി പോവും. പിന്നെ അവിടെ നമുക്ക് ടിക്കറ്റ് അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അവരൊരു പർട്ടിക്കുലർ എമൗണ്ട് ടിക്കറ്റാണ് ഓരോ ദിവസത്തേക്ക് അവർ അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് പ്ലാൻ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് വരായിരിക്കും ഏറ്റവും നല്ലത്. ക്രിസ്മസ് ലൈറ്റ്സ് ഉണ്ടോ? You see the Christmas lights they made? It's not Christmas yet. But they've already put the Christmas lights. What? And the lights are sparkling. I look ready. ഞങ്ങളിപ്പം പോകുന്നത് ബാഴ്സലോണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പല ബ്രാൻഡുകൾ, അതുപോലെ ബാഴ്സലോണയുടെ ഒഫീഷ്യൽ സ്റ്റോറ്, അതുപോലെ എന്താ പറയുക അൾട്രാ ലക്ഷറി ബ്രാൻഡുകൾ, കാർട്ടിയർ, ലൂയി വിറ്റോൺ, ഫെൻഡി, അങ്ങനെ പല ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റ്സുകൾ ഇവിടെ കാണാം. എന്താ പറയുക, ഫെൻഡിയുടെയൊക്കെ ബാഗ് ശരിക്കും ലക്ഷങ്ങൾ വിലയുള്ള ബാഗുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ഷോറൂമുകളും ഇവിടെ ഉണ്ട്. ലൂയി വിറ്റോണിൻ്റെയൊക്കെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ക്യൂ കാണാം നമുക്ക് അവിടേക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി തന്നെ. അത്രയും എന്താ പറയുക, മോഡേൺ ബ്രാൻഡുകളും ലക്ഷറി ബ്രാൻഡുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ് ഞങ്ങളിപ്പം പാസ് ചെയ്യുന്നൊരു സ്ട്രീറ്റ്. Okay. നമ്മൾ ഈ സ്ട്രീറ്റൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, വളരെ ക്ലീൻ നീറ്റായിട്ടുള്ള, എന്താ പറയുക, ആവശ്യമില്ലാത്തൊരു സാധനങ്ങളും വലിച്ചെറിയുക അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ല വൃത്തി വെടിപ്പുള്ള സ്ട്രീറ്റുകളാണ്. ഇത്രയും അധികം ആൾക്കാർ പാസ് ചെയ്തിട്ട് പോലും എന്താ പറയുക, അങ്ങനെ നമുക്ക് മടുപ്പുണ്ടാക്കുന്ന വേസ്റ്റുകൾ അങ്ങനെ ഒന്നും റോഡിലും കാണാൻ പറ്റില്ല. പിന്നെ മിക്ക സ്ട്രീറ്റുകളും നൈറ്റാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇതിൽ കൂടെ പാസ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു, വെളുപ്പിനൊക്കെയാണ് അവർ സ്ട്രീറ്റുകളെല്ലാം ക്ലീൻ ചെയ്യുന്നതൊക്കെ. Mommy is coming. Look at the building again. You see this building shape, structures. നമ്മളങ്ങനെ നടന്ന് കാസ ബത്തല്ലോ എന്ന് പറഞ്ഞ ഒരു ആൻ്റണി ഗൗഡി എന്ന ആർട്ടിസ്റ്റ് 1904 ഡിസൈൻ ചെയ്ത ഒരു മാസ്റ്റർ പീസ് ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തി. ഇതാണ് കാസ ബത്തല്ലോ. അപ്പോൾ ഇവിടേക്ക് അകത്തേക്ക് കയറണമെങ്കിൽ ഇവിടെ ഏകദേശം ഒരു 100 മീറ്റർ ക്യൂ ഉണ്ട്. അപ്പം എല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അകത്തേക്ക് കയറണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, ടിക്കറ്റൊന്നും അവൈലബിൾ അല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നിന്ന് പുറത്ത് നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാത്ത ഒരു ഡിസൈൻ സ്ട്രക്ചറാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനുകളൊക്കെ കുറവാണ് ഈ ബിൽഡിങ്ങിന്. കൂടുതലും എന്താ ഒരു പ്രത്യേകതരം ഷേപ്പാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ. അതും ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് 1904 ഈ ആൻ്റണി ഗൗഡി എന്ന് പറഞ്ഞ ഈ ആർക്കിടെക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അടിയിലൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് സന്ദർശിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ മെട്രോ സ്റ്റേഷൻ വഴി ഇവിടേക്ക് വരാനും പറ്റും. ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്നു കാസാമില എന്ന അടുത്ത ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് നടക്കണം. അപ്പം പിള്ളേർക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി. സമയം ഏകദേശം 11:30 അവർ നടന്നു മടുത്തു തുടങ്ങി. അവർക്ക് പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ അടുത്തൊരു മാക്ഡൊണാൾഡ്സിൽ കയറാമെന്ന് വിചാരിക്കുന്നു. മാക്ഡൊണാൾഡ്സ് സെർച്ച് ചെയ്തപ്പം ഏകദേശം ഇതിനടുത്തോട് ചേർന്നൊരു മാക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. അപ്പം ആ പോകുന്ന വഴിക്ക് ഈ അടുത്ത ബിൽഡിംഗ് ആയിട്ടുള്ള കാസാമിലയും കൂടിയും കാണാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കിപ്പം കാണാം ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെൻഡി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, അതുപോലെ വേഴ്സാച്ചയുടെയൊക്കെ ഈ വേഴ്സാച്ചയുടെയൊക്കെ ബാഗ്സ് അല്ലെങ്കിൽ ആക്സസറീസ്
അതുപോലെ ഇവിടെ ഹെർമെസിൻ്റെ ഒരു ബ്രാൻഡ് ഞാൻ കണ്ടായിരുന്നു. അതായത് ഏകദേശം $5000 മുതൽ $30,000-40,000 വരെ വിലയുള്ള ബാഗുകളൊക്കെ വിൽക്കുന്ന ഷോറൂമുകളാണ് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം കാസ മില എന്ന് പറഞ്ഞ ബിൽഡിങ്. ഇതാണ് ആൻ്റണി ഗൗഡി ഡിസൈൻ ചെയ്ത അടുത്ത ഒരു ബിൽഡിങ്. ഈ കാസ മില എന്ന് പറഞ്ഞ വീടും ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ് ഇപ്പം. ഇത് ശരിക്കും 1906 പണി തുടങ്ങി 1912 പണി തീർന്നാണ് ഈ ഒരു വീടിൻ്റെ. ഇപ്പം ശരിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഏകദേശം €28 ഒരാൾക്ക് ഇതിനകത്ത് കയറാനുള്ളൊരു ചാർജും. ഞങ്ങളിപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാക്ഡൊണാൾഡിലേക്ക് പോവാണ്. അപ്പോൾ ആ വഴിക്കാണ് ഈ ലൂയി വിറ്റോൻ്റെ ഷോറൂം. അവിടെ നിങ്ങൾക്ക് കാണാം അതിനകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു തിരക്ക്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ മാക്ഡൊണാൾഡ്സിലേക്ക് പോവാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ആ സിഗ്നലെല്ലാം നോക്കിയാണ് എല്ലാവരും ക്രോസ് ചെയ്യുന്നത്. എല്ലാവരും നല്ല അച്ചടക്കത്തോടെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിക്ക് പോക്കറ്റിങ് അല്ലെങ്കിൽ ഈ പോക്കറ്റ് അടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ സമയത്താണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബാഴ്സലോണയിൽ, പാരീസിലൊക്കെ കുറേ പേര് മനഃപൂർവ്വം നമ്മൾ തിരക്കുണ്ടാക്കി നമ്മുടെ നിന്ന് പേഴ്സോ അല്ലെങ്കിൽ ബാഗോ എന്തെങ്കിലുമൊക്കെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവണത ഉണ്ട് ഒരുപാട്. പ്രത്യേകിച്ച് ബാഴ്സലോണയിൽ യാത്ര ചെയ്യുമ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടേക്ക് വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ മാക്ഡൊണാൾഡ്സ് ശരിക്ക് ഈ ആദ്യം കണ്ട ഇതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു കാസ ബത്തലിലൂടെ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാ രാജ്യങ്ങളിലും മാക്ഡൊണാൾഡ്സിനും ഓരോ പലതരം അവിടുത്തെ ലോക്കൽ ഒരു ഫ്ലേവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം മാൾട്ടയിലുള്ള ഒരു മാക്ഡൊണാൾഡിൻ്റെ ഒരു ഐറ്റംസ് ഒന്നല്ല ഇവിടെ കണ്ടത്. ഇവിടെ ഞങ്ങൾ കുറച്ചും കൂടിയും എന്താ പറയുക വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഫുഡെല്ലാം ഓർഡർ ചെയ്തു, പിള്ളേർക്കും ഞങ്ങൾക്കും എല്ലാം. അങ്ങനെ ഭക്ഷണം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എല്ലാ മാക്ഡൊണാൾഡ്സിലും സാമാന്യം നല്ല തിരക്കുണ്ട്. മിക്ക രാജ്യങ്ങളിലും മാക്ഡൊണാൾഡ്സിൽ അതുപോലെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ബാഴ്സലോണയുടെ ട്രാവൽ കാർഡ് പർച്ചേസ് ചെയ്തു. ഞങ്ങൾ 48 മണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ ആ കാർഡ് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രാമിലോ അല്ലെങ്കിൽ മെട്രോയിലോ അല്ലെങ്കിൽ ബസ്സിലോ എല്ലാത്തിനും സഞ്ചരിക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കാണ് ഞങ്ങൾക്ക് ഈ പാർക്ക് ഗുവൽ എന്ന് പറഞ്ഞുള്ള ആൻ്റണി ഗൗഡി ഡിസൈൻ ചെയ്ത പാർക്കിലേക്കുള്ള എൻട്രൻസ് ടൈം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള ബസ് നോക്കി നിൽക്കുകയാണ്. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളൊരു ബസ് വരും. അപ്പോൾ ആ ബസ്സിലാണ് ഞങ്ങൾക്ക് കയറി പോകേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഈ ബസ്സിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാവരും എന്താ പറയുക ക്യൂ ഒക്കെ പാലിച്ചാണ് ബസ്സിൽ കയറുന്നത്. അല്ലാതെ തിക്കും തിരക്കി അങ്ങനെയൊന്നും ആരും കയറുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കുള്ള ബസ് വന്നു. ഞങ്ങളതിനകത്ത് കയറിയിരുന്നു. സീറ്റൊക്കെ കിട്ടി. വളരെ പതുക്കെയാണ് ബസ് പോകുന്നത്. കാരണം ഓരോ 100-150 മീറ്ററിലും ട്രാഫിക് സിഗ്നലുണ്ട്. അപ്പം ഓരോ സിഗ്നലിലും ഒരു 30 to 40 സെക്കൻഡ്സ് നിർത്തിയാണ് ബസ് പോകുന്നത്. അധികം ദൂരമില്ല, പക്ഷേ സമയം ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒരു 3-4 സ്റ്റോപ്പ് കൂടി കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. പക്ഷെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴായിരുന്നു ആ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞത്, ആക്ച്വലി ഞങ്ങൾ എടുത്തത് ഓൺലൈൻ പർച്ചേസ് ചെയ്തേ ഉള്ളൂ. പക്ഷേ അത് ഞങ്ങൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ പർച്ചേസ് ചെയ്ത അതിൻ്റെ ഡോക്യുമെൻ്റ് കാണിച്ചിട്ട് അവിടെ നിന്ന് വേണം ബാഴ്സലോണ കാർഡ് എടുക്കാൻ. അപ്പം ഈ ടൈമിൽ ചെക്കർ ആരെങ്കിലും ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഡ്രൈവർ വേറെ യാത്ര ചെയ്തോളം പറഞ്ഞു, വേറെ പ്രശ്നമൊന്നും പുള്ളി പറഞ്ഞില്ല. പക്ഷേ ചെക്കർ കയറി കഴിഞ്ഞാൽ പുള്ളിക്ക് ഡ്രൈവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ എന്താ പറയുക ചക്കര കയറുമോ എന്നൊരു ടെൻഷൻ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2-3 സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ ഈ പാർക്ക് ഗുവൽ എന്ന് പറഞ്ഞ ആൻ്റണി ഗൗഡി ഡിസൈൻ ചെയ്ത ആ ഒരു പാർക്കിലേക്ക് എത്തും. അതും ബാഴ്സലോണയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കാണേണ്ട അട്രാക്ഷനാണ്. അങ്ങനെ ഞങ്ങൾ വന്ന ബസ്സാണത്, 24 നമ്പർ ബസ്. ഈ ബസ്സിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിനിപ്പം പാർക്കിലേക്ക്
നടക്കുവാണ്. ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉണ്ട് പാർക്കിൻ്റെ എൻട്രൻസ് സ്പേസ് ഉള്ളത്. അവിടെ ചെന്ന് ടിക്കറ്റ് കാണിച്ചാൽ മതി. ഞങ്ങളങ്ങനെ അവിടെ എത്തിയപ്പോൾ വലിയൊരു ക്യൂ ഉണ്ട് അവിടെ, ആൾക്കാർ കയറാനൊക്കെ. ചിലർ അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ടിക്കറ്റ് അവൈലബിൾ അല്ല, ടിക്കറ്റ് ഓരോ ടൈമിലുള്ള ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി പോയെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ കയ്യിൽ മുൻകൂർ ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എല്ലാം സ്കാൻ ചെയ്ത് പെട്ടെന്ന് അകത്ത് കയറി. വേറെ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പാർക്ക് ഗുവലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. പാർക്ക് ഗുവൽ ശരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത് കാർമൽ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ്. അത് ചെറിയൊരു കുന്നാണ് ഈ പാർക്ക് ഗുവൽ. ഇതൊരു മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു പാർക്കാണിത്. ഇത് ശരിക്കും ആൻ്റണി ഗൗഡിയാണ് ഡിസൈൻ ചെയ്തത്. ഇത് പണി തുടങ്ങിയത് 1900-ലാണ് ഈ പാർക്കിൻ്റെ പണി തുടങ്ങിയത്. ശരിക്കും ഇതൊരു പാർക്കായിട്ടല്ല, ഇത് ബാഴ്സലോണയിലുള്ള സമ്പന്നർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 60 പേർക്ക് താമസിക്കാവുന്ന രീതിയിൽ ഒരു വലിയൊരു ടൗൺഷിപ്പായിട്ടാണ് അത് ഡിസൈൻ ചെയ്ത് പണി തുടങ്ങിയത്. ഇതിൻ്റെ ശരിക്കും യഥാർത്ഥ ഉടമസ്ഥൻ യൂസേബി ഗുവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു പണക്കാരനായിരുന്നു. അപ്പം അങ്ങേരാണിത് ആൻ്റണി ഗൗഡിയോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് പണി തുടങ്ങിയത്. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. പക്ഷേ ഇത് വിചാരിച്ച പോലെ വിറ്റുപോയില്ല വീടുകൾ. ഇതിൽ 1-2 വീടുകളൊക്കെയാണ് വാങ്ങിച്ചുള്ളൂ. അപ്പം അങ്ങനെ ആരും വാങ്ങിക്കാതെ വന്നപ്പം ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു, പണി കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചു. അപ്പം ഇത് ഡിസൈൻ ചെയ്ത ആൻ്റണി ഗൗഡിയുടെ വീടും ഈ പാർക്കിനകത്ത് തന്നെയാണ്. അങ്ങനെ ഈ ഉസൈബി ഗുവൽ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ ഇത് ബാഴ്സലോണയുടെ ഈ ഏരിയയിലെ ലോക്കൽ കൗൺസിലിന് ഈ പാർക്ക് മൊത്തം കൈമാറാണ് ചെയ്തത്. ഈ കാണുന്നതെല്ലാം ആൻ്റണി ഗൗഡി ഡിസൈൻ ചെയ്ത് പണിയിപ്പിച്ച സ്ട്രക്ചറുകളാണിത്. വളരെ മനോഹരമായ, നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഡിസൈനുകളാണ്. ആൻ്റണി ഗൗഡിയുടെ മാത്രം ഒരു സിഗ്നേച്ചർ ഡിസൈൻസാണ് വേണമെങ്കിൽ എന്ന് പറയാം. നമ്മൾ നേരത്തെ കണ്ട വീടുകളും ഒക്കെ ഇവിടെയുള്ള കുറേ ബിൽഡിങ്ങുകളുടെയൊക്കെ ഏകദേശം ഡിസൈൻസ് സാമ്യമുണ്ട്. നമ്മളിപ്പം കാണാൻ പോകുന്നത് ആൻ്റണി ഗൗഡി താമസിച്ച ഒരു വീടാണ്. അവിടേക്ക് ഇപ്പം അതൊരു മ്യൂസിയം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് വേറെ ഷോപ്പുകൾ അങ്ങനെയൊന്നുമില്ല. ഇതിന് 3-4 എൻട്രൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും ബാഴ്സലോണ നഗരം നമുക്ക് ശരിക്കും മുഴുവനായിട്ടും കാണാം. അകലെ സാഗ്ര ഫാമിലിയ ചർച്ചൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പം ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇതിനോട് ചേർന്നാണ് ആൻ്റണി ഗൗഡിയുടെ ഹൗസും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ട പോലെ ഒരുപാട് സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകൾ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ആ ഒരു സ്ക്വയർ ഉണ്ട്, ഗൗഡി ഡിസൈൻ ചെയ്ത അതിൻ്റെ മെയിൻ എൻട്രൻസും അതിനോട് ചേർന്നുള്ള ഒരു സ്ക്വയറൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ഇത് ഏകദേശം 42 ഏക്കറാണ് ഇതിൻ്റെ വലിപ്പം. ബാഴ്സലോണയിലെ ഏറ്റവും വലിയ ഒരു ഗ്രീൻ സ്പേസ് ആണ് ഈ പാർക്ക് ഗുവൽ. അപ്പം ഇത് 1926 മുതൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തേക്കുവാണ്. ഇവിടേക്ക് ആഗ്രഹിക്കുന്നവർ ശരിക്കും വരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് അഡൾട്ട്സിന് ഏകദേശം 10 യൂറോയാണ്. പിന്നെ നമ്മൾക്ക് ഗൈഡഡ് ടൂർ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. നമ്മൾ 15 യൂറോ 25 യൂറോ അങ്ങനെ പല റേറ്റ് ഉണ്ട്. ഏകദേശം ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതിനുള്ള എൻട്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എൻട്രൻസ് ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ ശരിക്കും മെയിനായിട്ടുള്ള എൻട്രൻസ്. ഈ കാണുന്നതാണ്. ഇവിടെ നമുക്ക് പലതരം മാർബിളിൽ പീസുകൾ, ടൈൽ പീസുകളിൽ ഒട്ടിച്ച ഒരു ഗാലറി ഉണ്ട്. നമുക്കിവിടെ ഇരുന്നിട്ട് ആ എൻട്രൻസ് മുഴുവനും
അതുപോലെ ഈ പാർക്കിൻ്റെ മനോഹരമായ ഒരു വ്യൂവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ഈ വലിയൊരു ഗ്രൗണ്ടും ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ് എപ്പോഴും ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഇവിടെ നിന്ന് സായാഹ്നങ്ങൾ ആസ്വദിക്കാനൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾ എണ്ണം വളരെ വലുതാണ്. അതായത് എന്താ പറയുക, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനും ഇവിടെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അതുപോലെ ഇവിടെയുള്ള ഫാമിലീസും ഒരുപാട് പേര് വരുന്നുണ്ട്. സ്കൂളുകളിൽ നിന്നൊക്കെ ടൂറൊക്കെ വരുന്നവരുണ്ട്. അങ്ങനെ ഇത് ഫുൾ ടൈം ആക്റ്റീവ് ആണ് ഈ പാർക്ക് ഗുബൽ എന്ന് പറഞ്ഞൊരു ഏരിയ. ആ നേരത്തെ കണ്ട ഒരു ഗ്രൗണ്ടിൻ്റെ അടിഭാഗമാണ്. ഇതിൻ്റെ റൂഫ് നല്ല ഭംഗിയിൽ ആണ് അത് ഗൗഡി ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതായത് ചെറിയ ചെറിയ ടൈൽസിൻ്റെ മാർബിൾ പീസ് മൊസൈക്കിൻ്റെ ഒക്കെ പീസുകൾ വെച്ചിട്ട് ഡിസൈൻസ് ചെയ്തേക്കുന്നത്. ഏകദേശം 86 തൂണുകളുണ്ടെന്നാണ് ആ കാണുന്നത്. 6 മീറ്റർ ഉയരമുണ്ട് ഓരോ തൂണിൻ്റെയും ഓരോ തൂണിനും. അതുപോലെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു സലമാൻഡർ ഉണ്ട്, എൽ ഡ്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. മൊസൈക്ക് പീസുകൾ ഒട്ടിച്ച് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ എല്ലാവർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാർക്കാണ്. ഇതിനകത്ത് കൂടുതലും മെഡിറ്ററേനിയൻ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ ഈ പാർക്ക് കാണാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ഞങ്ങളിനിയിപ്പം റൂമിലേക്ക് തിരിച്ചു പോവാണ്. റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് ഇനി വൈകുന്നേരം പുറത്തിറങ്ങാനാണ് പ്ലാൻ. കാരണം ഒത്തിരി ദൂരം നടന്നുകൊണ്ട് പിള്ളേരെല്ലാവരും ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കയറി കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പോവാണ്. ഇവിടെ സാധനങ്ങളുടെ വില അധികം വലിയ ഓവർ പ്രൈസിലൊന്നുമല്ല. എന്നാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ന്യായമായൊരു വിലയുള്ള എല്ലാ സാധനങ്ങളും. ഞാനങ്ങനെ വീണ്ടും തനിയെ ഈ കാറ്റലോണിയ സ്ക്വയറിലേക്ക് വന്നു. കാരണം ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസ് ഈ കാറ്റലോണിയ സ്ക്വയറിൻ്റെ അടിയിൽ എവിടെയാണ്. അപ്പോൾ അതിന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് വേണം ബാഴ്സലോണ കാർഡ് എടുത്ത് ആക്റ്റീവ് ചെയ്യാൻ. അങ്ങനെ ഞാനത് അന്വേഷിച്ച് നടക്കുവാണ്. നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഈ സ്ക്വയറിൽ വൈകുന്നേരം ആയപ്പോൾ. ഇതാണ് ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസ്. ഇവിടെ വന്നാണ് ബാഴ്സലോണ കാർഡ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നേരിട്ടൊന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. അങ്ങനെ 48 മണിക്കൂർ നേരത്തെ കാർഡ് ശരിക്കും ഇപ്പം മുതലാണ് ആക്റ്റീവ് ആയത്. അപ്പം ഇന്ന് രാത്രി മുതൽ ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. നാളെ ഞങ്ങൾ സാഗ്ര ഫാമിലിയെ കാണാനും അതുപോലെ ബാക്കി ഉള്ള ഏരിയയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ മെട്രോയും ട്രെയിനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡാണ് ഇത് ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ നടന്ന് വീണ്ടും ഈ കാസ ബാത്തല്ലോ ആ ഏരിയയിലൊക്കെ ഒന്നും കൂടി വൈകുന്നേരത്തെ ആ ഒരു ഈവനിങ് വൈബൊക്കെ ഒന്ന് കാണാനും അതുപോലെ ഈ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം ഇപ്പം ശരിക്കും വൈകുന്നേരം 6 മണി ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്, ഇപ്പോഴും വിസിറ്റേഴ്സും ഉണ്ട്. അതുപോലെ പുറത്തും ഇതുപോലെ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് ആൾക്കാരൊക്കെ. ഞാനിനി തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോഴേക്കും അവർ പിള്ളേരൊക്കെ റെഡി ആയിട്ടിട്ടുണ്ടാവും. ഞങ്ങൾക്കിനി വൈകുന്നേരം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഭക്ഷണം കഴിക്കാൻ പോകണം. അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ. ഇപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് എന്താ പറയുക, എൻ്റെ ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ആപ്പിൾ സ്റ്റോറിൻ്റെ ഒരു ഓഫീസ്. എനിക്ക് സമയമില്ല അതിനകത്ത് കയറി 1-2 സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പം ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറി ഇറങ്ങി പോകുന്നു ഞാൻ. പിന്നീട് വരുമ്പം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ലാബുക്കറിയ എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റാണിത്. മീറ്റും ഫിഷും വെജിറ്റബിൾസും എല്ലാ തരം സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഈവനിങ് വൈബ് കാണാനും അത് ക്യാമറയിൽ പകർത്താനും വേണ്ടി ഞാൻ ഒന്നും കൂടി വന്നത്. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എൻ്റെ കഴിഞ്ഞ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാം.
വൈകുന്നേരം ആണെങ്കിലും ഒരുപാട് പേരിവിടെ ഉണ്ട്. ഇത് രാത്രി 8 മണിക്ക് അടയ്ക്കും. ഇപ്പോൾ സമയം ഒരു 7:30 അപ്പോൾ തന്നെ എല്ലാവരും സാധനങ്ങൾ വാങ്ങാനൊക്കെ വന്നതാണ്. ഇവിടെ ഒരു ഓയിസ്റ്റർ ബാർ ഉണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓയിസ്റ്റർ നമുക്ക് ഇവിടുന്ന് അവർ റെഡി ആക്കി തരും. ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ അങ്ങോട്ട് പോവാണ്. ആ വഴിയിലാണ് ഞങ്ങൾ ഈ പൂച്ചയുടെ വലിയൊരു പ്രതിമ കണ്ടത്. ഇതിൻ്റെ സൈഡിലൂടെയാണ് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ അകലെയാണ് തന്തൂരി നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല റിവ്യൂസും നല്ല എന്താ പറയുക പോസിറ്റീവ് കമൻസൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഈ ഒരു ഏരിയയിൽ എന്താ പറയുക തെരുവുകളൊക്കെ വളരെ വീതി കുറഞ്ഞതും ഒക്കെയാണ്. പിന്നെ മാത്രമല്ല നല്ല തിരക്കുണ്ട്. പക്ഷേ എന്താ പറയുക ഈ ഒരു ഏരിയ കുറച്ചും അത്രയും ബാക്കി ഒരു ഏരിയ ആയിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ബാഴ്സലോണ. ഇത് ശരിക്കും ഒരു ബാക്ക് സ്ട്രീറ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ തോന്നുന്നു. കാരണം ഇവിടെയുള്ള ഷോപ്പുകളാണെങ്കിൽ തന്നെ പല രാജ്യക്കാരുടെ ഷോപ്പുകളുണ്ട്. ഇന്ത്യൻസിൻ്റെ ഉണ്ട്, അതുപോലെ ബാംഗ്ലാദേശികളുടെ, പാകിസ്ഥാനികളുടെ, പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യക്കാർ, അതായത് സിറിയൻസിൻ്റെ, അഫ്ഗാനിസിൻ്റെ, അങ്ങനെ ആ ഒരു ഫോറിനേഴ്സ് കൂടുതലുള്ളൊരു ഏരിയ ആണ്. ഇവിടെയുള്ള പല ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ അവരുടെ തന്നെ ഷോപ്പുകളാണ്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോയിൽ കാണാം. പിന്നെ എന്താ പറയുക നമ്മുടെ ബാഴ്സലോണയുടെ വേറൊരു ലോകമാണ് ഇത്. ഇപ്പോൾ ഞങ്ങൾ വന്നൊരു റെസ്റ്റോറൻറ്റ് ഇതാണ് തന്തൂരി നൈറ്റ്സ്. സാമാന്യം നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം നല്ല സാറ്റിസ്ഫൈഡ്, നല്ല ഫ്രഷ് ആയിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റുള്ള നല്ല ഇന്ത്യൻ ഫ്ലേവേഴ്സ് ഉള്ള ഒരു ഫുഡ് തന്നെയാണ്. പിള്ളേരാണെങ്കിലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു. ഒരു വളരെ കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി, ഏകദേശം ഒരു 15 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ ഭക്ഷണങ്ങൾക്കാണെങ്കിലും നല്ല മിതമായ വിലയുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു കൊടുന്നു. ഈ തിരിച്ചു പോകുന്നൊരു ഏരിയ നിങ്ങൾക്ക് കാണാം. വളരെ എന്താ പറയുക ഒട്ടും വൃത്തിയില്ലാത്തൊരു ഏരിയ. ഇപ്പം കാണുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. ഈ ഒരു ഏരിയ കാണുമ്പം ഭയങ്കര മണവും ചില സ്ഥലങ്ങളിൽ ശരിക്കും യൂറിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾക്ക് ആ വഴി തന്നെ ഞങ്ങൾക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം. കുറച്ച് മടുപ്പുണ്ടായിരുന്നു. ഏകദേശം സമയം 11 മണിയായി. സിറ്റി സ്റ്റിൽ ആക്റ്റീവാണ്. മാത്രമല്ല രാത്രി നമുക്ക് നടക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം നല്ല സേഫായിട്ടുള്ള ഏരിയകളാണ്. പിന്നെ നമ്മൾ ഏതൊരു സിറ്റിയിലും നമ്മൾ യാത്ര ചെയ്യുമ്പം കൂടുതലും മെയിൻ സ്ട്രീറ്റുകൾ ചൂസ് ചെയ്യായിരിക്കും നല്ലത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം.